കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യത ഇന്ന് എന്തോ ഒരു പുതിയ പരീക്ഷണ എന്താണെന്ന് അറിയില്ല. എന്നോട് പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഒരു പുതിയ പരീക്ഷണം ഞാൻ ചെയ്യുന്നില്ല ഇവിടെ. ഇല്ലേ? ഇല്ല. പിന്നെ എന്നാണ് വീഡിയോ? നമ്മുടെ വീട്ടിലത്തെ കറിവെപ്പ്. കറിവെപ്പ? ഇനി കറി വെക്കാനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ മകൻ പോയി നല്ല പച്ച മീൻ നോക്കി എവിടെ നില മേടിച്ചോണ്ട് പോവാ. അപ്പൊ എനിക്കിട്ട് വെച്ച മണിയാണ്. അതെ മകനെ, ഇന്ന് ഇവിടെ കൂടി വന്ന ഒരു മീനും മേടിച്ചില്ല. ഇല്ല, ഇവരിവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാനും അമ്മ എന്തിനാ ഇവിടെ വരുന്നവരോട് മേടിക്കുന്നു? അല്ലെ, ഞാൻ പോയി മേടിച്ചോണ്ട് വരുമ്പോ ഇത് പച്ചയല്ല അതാണ് ഇതാണെന്നൊക്കെ പറയും. പച്ച മീൻ കിട്ടുന്നത്. എന്നാ ഒരു പണി ചെയ്യാം. പച്ച മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ മെമ്പറിന്റെ കടയിൽ തന്നെ പോകാം. നമ്മുടെ പഞ്ചായത്ത് മെമ്പറിന്റെ കടയിൽ തന്നെ പോയി മേടിച്ചോണ്ട് വരട്ടെ. അതാകുമ്പോ ശരണ്യൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടും. നല്ല പച്ച മീനായിരിക്കും. അത് മാത്രം മതിയല്ല, മീനും മേടിച്ചോണ്ട് വന്നാ മതിയല്ല. മീനും കപ്പയും വേണം. കപ്പയും വേണം. ഇവിടെ എങ്ങനെ നിക്കുവാ? മതി, അത്രയും മതി. ഞാൻ പോയിട്ട് വേഗം വരാം കൂട്ടുകാരെ. അപ്പൊ പോയിട്ട് വാ. ദൈവമേ, മീൻ മേടിക്കാൻ പറഞ്ഞോടിന് ഏതൊക്കെ സൈസ് മേടിച്ചിട്ട് വരുമോന്ന് അറിയാൻ പറ്റും. അപ്പൊ ഊപ്പിന് മീൻ മേടിച്ചോണ്ട് വന്ന് എനിക്കിട്ട് പണി തരാനുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പൊ കണ്ടിട്ട് ഇവിടെ വന്ന് മീൻ മേടിക്കുന്നു. നമ്മൾ കടപ്പുറത്ത് പോയി നേരിട്ട് മീൻ മേടിക്കുന്ന പോലെ തന്നെ തോന്നും കൂട്ടുകാരെ. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മുടെ മുഹമ്മേ തന്നെ കഞ്ഞിക്കുഴി അജിതാണ്ണൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. വള്ളം കടപ്പുറത്തുനിന്ന് ഇപ്പൊ അടുത്തതേ ഉള്ളു. കേര തന്നെ എടുത്തേക്കാം അല്ലേ? കേരയുടെ തല എടുത്തോ എന്ന്? ആ, നല്ല അടിപൊളി ഫ്രഷ് ആണ്. അപ്പൊ ഇത് നമ്മുടെ മെമ്പറും കൂടിയാണ് കേട്ടാ, അല്ലേ? നമ്മള് ഫ്രഷ് സാധനം നമ്മളിപ്പോ ഒരാഴ്ചയായിട്ട് കേരക്ക് വേണ്ടി നടക്കുവാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് സാധനം ഇതുവരെ കിട്ടിയില്ല. ഇന്നതേ നമുക്ക് ഫ്രഷ് കേരയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ആ ഫ്രഷ് കേരയുടെ തല തന്നെ ഇന്ന് ശരണ്യ നല്ല ഭംഗിയായിട്ട് പാചകം ചെയ്ത് നമ്മളെ കാണിക്കും. അതെ അതെ അതെ, നമ്മുടെ മെമ്പറാണ് കേട്ടോ. തിരക്കേറിയ ഒരു മെമ്പർ കൂടിയാണ്. എന്നാലും ഞങ്ങളുടെ വീഡിയോ കാണുന്നു എന്ന് അതിന് തെളിവായി അല്ലേ? പാചകം കാണുന്നു. തീർച്ചയായിട്ടും നല്ല സന്തോഷമുള്ള കാര്യമാണ് ശരണ്യയുടെ വീഡിയോ. ശരണ്യ ഷിജു അടങ്ങുന്ന ആ വീഡിയോ കാണാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശരണ്യ എന്നുള്ള ഷിജുവിന്റെ വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. ഒരുപാട് സന്തോഷം അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അപ്പൊ കണ്ട, നമ്മുടെ ഇതൊരു മീൻ കടയെന്ന് തന്നെ പറയാൻ പറ്റിയല്ല. കണ്ട, മീന് അങ്ങോട്ട് വള്ളത്തെ വന്ന് അങ്ങോട്ട് ഫ്രഷായിട്ട് കൊടുക്കുന്നെന്ന് പറയുന്നതിന്റെ തെളിവ് തന്നെയാണ്. അതേ കണ്ട, ചൂണ്ടയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ഫ്രഷ് സാധനം തന്നെ ഉള്ളൂ. ചൂണ്ടയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ തല തന്നെ തന്നേരി. അപ്പൊ അത് ഉറപ്പിച്ചിരിക്കണം. ഇന്ന് നമുക്ക് ശരണ്യനെ കൊണ്ട് കേരത്തല വെച്ചേക്കാം. ഓക്കെ. നമ്മുടെ മുഖമേ നോക്കുന്ന 365 ദിവസവും കപ്പ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ട, നല്ല ഫ്രഷ് കപ്പ. എന്നാ ഞങ്ങൾ ഇന്ന് ചൂര തലയാണ് വെക്കുന്നത്. എന്നാ കപ്പ കൂടി ആയിക്കോട്ടെ. ഇച്ചിരി കപ്പ കൂടി ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ ഇന്ന് ചൂരയും കപ്പയും പൊളിക്കും. ഓക്കെ. രണ്യ, എന്തായി മീൻ കൊണ്ടുവന്നത്? ഇഷ്ടപ്പെട്ടാ? എന്റെ കൂട്ടുകാരെ, ഞാൻ വിചാരിച്ച പോലെ അല്ല. എനിക്ക് ഉപ്പിന് മീൻ എല്ലാം മേടിച്ചോണ്ട് വന്നത്. അപ്പൊ ഞാൻ കുടഞ്ഞിട്ട് കാണിച്ചേ എന്ത് മീനാണ്. ഞാൻ കൂട്ടുകാരെ കാണിച്ചു കൊടുത്തായിരുന്നു എന്ത് മീനാണെന്ന്. ഞാൻ അവിടെ വീഡിയോ ചെയ്തായിരുന്നു ശരണ്യ. അപ്പൊ ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം. ആ, കണ്ട നമ്മുടെ തലക്കറി. ആ, ശരണ്യക്ക് ഇഷ്ടമാണല്ലോ തലക്കറി അല്ലേ? ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണിക്കാം അല്ലേ? നല്ല വൃത്തിക്ക് ഞാൻ കഴുകി എടുത്തിട്ട് കൂട്ടുകാരെ കാണിക്കാം. പിന്നെ നമ്മുടെ കപ്പയെ കൊണ്ട് നമ്മുടെ നാടൻ കപ്പ എന്ന് തന്നെ പറയാം അല്ലേ? കാരണം ശരണ്യ കോട്ടയംകാരിയാണല്ലോ, അപ്പോൾ നാടൻ കപ്പ എന്ന് പറയാം. ശരണ്യ, അല്ലെ ഞാൻ സഹായിക്കണം.
അരിഞ്ഞാണല്ലോ മേടിച്ചത്. പിന്നെ ചില സൈഡിൽ ഇതുണ്ട്, അത് റെഡിയാക്കിയാണ്. അത് റെഡിയാണ്. പിന്നെ ഇത് വലിയ പീസാണല്ലേ? ഇത് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് കട്ട് ചെയ്യണ്ടയോ? ആണല്ലേ? ഇങ്ങനെ വലിയ പീസായിട്ടാണല്ലേ കിട്ടിയിരിക്കണം. ഒന്ന് കൈ കൊണ്ട് അത് വാരി ഒന്ന് കാണിച്ചേ കൂട്ടുകാരെ, കാണാൻ പറ്റിയല്ല. കണ്ട വലിയ പീസാണല്ലേ? മുറിച്ച് കഷ്ണിച്ചാക്കണം. അപ്പൊ കാണിക്കാം. എന്തേ നമ്മുടെ അമ്മ വന്നുണ്ട്. തലക്കറി അത് കാരണം അമ്മക്കും മകൾക്കും വെട്ടണ്ട, മീൻ വെട്ടണ്ട. അമ്മ നമ്മുടെ കൂട്ടുകാർക്ക് വരുമ്പോഴേ അമ്മ ഒരു ഹായ് കൊടുക്കുക. മക്കളെ എല്ലാവർക്കും ഹായ്. അതെ. പിന്നെ നമ്മുടെ അച്ഛനാണെങ്കിൽ ഇത് ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന. അച്ഛനും കണ്ടിട്ടില്ല മീൻ എന്നാണെന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഇതൊന്ന് വെട്ടി ബാക്കി ഒന്ന് ചെറിയ പീസാക്കിയൊക്കെ എടുക്കട്ടെ അല്ലേ? കണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ ശരണ്യ. മീന് വെട്ടാൻ കിട്ടിയില്ലെങ്കിലും ശരണ്യൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ ശരണ്യക്ക് തൃപ്തിയാകുള്ളൂ അല്ലേ? എന്താ അതേ നമ്മുടെ അച്ഛനും വന്ന്. അല്ല അച്ഛൻ ഇത് എവിടെ പോകാൻ പോണു? അച്ഛൻ ഇത് എവിടെ പോണു? അച്ഛൻ എവിടെ പോണു? ഞാനിത് ആശുപത്രി പഠിക്കാൻ വരെ ഒന്ന് പോയി. ആണോ? ചുമ്മാ എന്നല്ല, എന്തെങ്കിലും കാര്യമില്ല, ചുമ്മാ അങ്ങോട്ട് ഞാൻ വെയിലത്തെന്തിനാ പോണത്? വെയിലൊക്കെ എന്നാ ഒരു പണി ചെയ്യാച്ചാ. അച്ഛൻ ഒരു ഉച്ച കഴിഞ്ഞ് പോയപ്പോരെ? വെയിലാണ്, ഈ ഉച്ചക്കൊന്നും പോകരുത്. പോയിട്ട് വന്നിട്ടേ ഇച്ചിരി വരാനൊക്കെ ഉണ്ട്, നാളെ റൂട്ട് പോകണ്ടല്ലേ? ആണോ? പിന്നെ റൂട്ട് പോകാനുണ്ട്, അതല്ല അച്ഛാ. ഈ വെയിലത്ത് അച്ഛൻ പോകരുത്. എനിക്ക് അങ്ങോട്ടൊന്ന് പോയാ മതിയല്ല. അപ്പൊ ഞാൻ ഉടനെ വരും. പോയി വന്നെന്ന് പറഞ്ഞ പോലെ എന്തിനാണ് വരെ അച്ഛൻ മീൻ എന്നാണെന്ന് കണ്ട തലക്കറിയാണ്. ഞാൻ ചോദിച്ചത് ആരുടെ തലയാണെന്ന് ചോദിച്ചാൽ തലക്കറി. അമ്മ ബീട്രൂട്ട് കൊത്താൻ പോവുകയാണ്. അപ്പൊ ഒരു പണി ചെയ്യച്ചാ, അച്ഛനെ ഈ വെയിലത്ത് പോകണ്ട, നമുക്ക് ഈ കപ്പ എന്ന് റെഡിയാക്കാം. അപ്പൊ നമുക്ക് കപ്പയും തലക്കറിയൊക്കെ. വേറൊരു കാര്യമുണ്ട്, ഞാൻ വെയിലത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എത്രയും വേഗം ഈ കപ്പയെന്ന് പൊടിച്ചു കൊടുക്കാനാണ് മാമൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ശരി. കണ്ട, ഇതൊക്കെ നമുക്കറിയാൻ വരെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് കപ്പ പൊളിക്കുവേ. എനിക്ക് കപ്പ പൊളിക്കാൻ അറിയാവേ. അതുകൊണ്ട് എന്റെ അച്ഛൻ തന്നെ ഒന്ന് പൊളിച്ചു. ശരണ്യ ആരുടെ വർഷത്താ നിക്കണം? നിയമായിരിക്കണം, ന്യായം ന്യായമായിരിക്കണം. കേട്ടോ? പൗറിന്റെ പണം തന്നെ. അതെന്താണ് ചേട്ടേ? ഞാനെല്ലാം വിലകെട്ട് പോകണോ? അതാ അല്ലേ അമ്മേ? അമ്മ ബീട്രൂട്ട് കൊത്തണമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയാണല്ലോ. ബീട്രൂട്ട് അവിടെ എങ്ങാണ്ട് മുഹമ്മേ കടയിൽ കിടക്കണമെന്നാണ് അമ്മ കണക്കൂട്ടി. ഇവിടെ ഇവിടെ എന്നാക്കെ ഇരിക്കണമെന്ന് ശരണ്യക്കാണ് കറക്റ്റ്. അല്ല ഞാൻ വീഡിയോയിൽ നോക്കുമ്പോഴേ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം. എന്താണ് അതെ അതെ അച്ഛാ, അടിപൊളി തലക്കറിയാണ് കിട്ടിയത്. തലക്കറിയല്ല, തല മേടിച്ച് നമ്മുടെ അജിതാണ്ണന്റെ അടിപൊളി തലക്കറിയും മേടിച്ച നമ്മുടെ അജിതാണ്ണന്റെ കടയിൽ നിന്ന് അതെ അതെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മീനൊക്കെ ഫ്രഷാണ്. മീനൊക്കെ ഫ്രഷായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും എല്ലായിടത്തും കുഴപ്പമില്ല. എന്തായാലും കച്ചവടക്കാരെല്ലാരും ജീവിതത്തിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ലത് കൊടുക്കുമ്പോ അതിന് നമുക്ക് നല്ലപോലെ ഉള്ളടത്ത് നല്ലത് തന്നെ എന്ന് പറയണമല്ല, അത് പറഞ്ഞു പോകും. അതൊന്നും അത് എല്ലാരും ഈ പറഞ്ഞ പോലെ ജീവിതം എല്ലാരും ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാരും സഹകരിക്കുക അല്ലെ? എല്ലാവരോടും സഹകരിക്കണം. കണ്ടാ കൂട്ടുകാരെ, ശരണ്യ വൃത്തിയാക്കിയതൊക്കെ കണ്ടാതെ അടിപൊളിയായിട്ടാണ് വൃത്തിയാക്കിയിരിക്കണം അല്ലേ? ആണ് അച്ഛൻ ഇപ്പൊ
എവിടെ നമ്മുടെ പാന്തെഴുത്ത് സ്ഥിരം മേടിക്കുന്ന കടയില്ലേ അച്ഛാ? ആ റോഡ് സൈഡിൽ മറ്റേ പാന്തെടുത്ത് ജംഗ്ഷനിൽ അതെ നമ്മുടെ സ്നേഹിതൻ തന്നെയാണ് ആ പാന്തെടുത്ത് കിടപ്പുറത്ത് അല്ലേ? പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാ. അതെ. അപ്പൊ ശരണ്യ, ഇത് ഇനി പീസാക്കിയിട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അങ്ങനെ ഇത് അരിഞ്ഞ് തീരാറായി. ഭയങ്കര കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടോ ശരണ്യ. ഞാൻ മുറിച്ചേനാ. അച്ഛന് പിന്നെ വെള്ള ഷർട്ട് ഇത് ഇട്ട് അങ്ങോട്ട് മുറുക്കി അമ്മ ഓടിക്കും. അപ്പൊ അച്ഛൻ എന്നാ ഒരു പണി പോകാനുള്ളടത്ത് പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. അല്ല കാര്യം ചെയ്യാം. ഇനിയിപ്പോ നേരത്തെ ഞാൻ പോയി ചിലപ്പോ ഒരു 5 മിനിറ്റ് താമസിക്കുകയാണെങ്കിൽ ഷിജുവിന്റെ ശരീരം കാര്യം നടക്കുകയല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷർട്ട് ഒന്ന് മാറിക്കോട്ടെ. കപ്പ പൊളിച്ച് തന്നിട്ട് പോകാനൊരുങ്ങിയ ആളെ കപ്പയും തലക്കറിയെന്ന് കേട്ടപ്പോ ഉടുപ്പൂരി. അല്ലേലും അച്ഛന് ഇഷ്ടാണെന്ന് എനിക്കറിയാം കപ്പയും തലക്കറി. ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം അല്ലേ കൂട്ടുകാരെ? അങ്ങനെ അതെ ഇവിടെ നമ്മുടെ അച്ഛൻ കപ്പ പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ട അതേ കപ്പയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കണ്. അല്ലേ ഉടുപ്പൊക്കെ എന്ത് പറഞ്ഞില്ല ഞാൻ. അല്ല എന്നാലും ഇത് കണ്ടപ്പോ എനിക്കൊരു ശരണ്യ അച്ഛനെ സമ്മതിക്കണം. ശരണ്യ പറഞ്ഞപ്പോഴേ അച്ഛൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് ശരണ്യനെ സഹായിക്കാൻ കൂട്ടി. അല്ലേലും അച്ഛനും മകളും ഒറ്റക്കെട്ടാണ്. അതാണ് കണ്ട അച്ഛൻ ഉടനെ ശരണ്യക്ക് സപ്പോർട്ട് പറയും. അല്ല ഞാൻ സപ്പോർട്ട് ആയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യേണ്ടത്. ഞാൻ പൊടിച്ചെടുക്കാൻ കണ്ട അടിപൊളി കപ്പയല്ലേ കിട്ടിയത്? നല്ല പച്ച കപ്പ തന്നെ കിട്ടി. ഇപ്പൊ പച്ച കപ്പയും കിട്ടി, നല്ല പച്ച തലക്കറിയും കിട്ടി. തലക്കറിയല്ല തല. കണ്ടാ ശരണ്യ അങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ എത്ര നേരമായെന്നറിയാവോ നമ്മുടെ ശരണ്യ ഇത് കഴുകാൻ തുടങ്ങി. കഴുകണം. ആഹാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അച്ഛനും മകളും കൂടി അടുക്കളയിൽ നിന്ന് പാചകം തുടങ്ങി. നമ്മുടെ അമ്മ എന്നെ എടുക്കണം എന്നൊന്ന് പോയി നോക്കട്ടെ. അമ്മേനെ അടുക്കളയെ കണ്ടില്ലല്ലോ. അമ്മ ഒരു ബീറ്റ്റൂട്ടായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കത്തിയൊക്കെ എടുത്താണ് പോയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിൽ ഞാൻ ഇവിടെ അമ്മേ അമ്മേനെ കുറ്റം പറയുന്നു നമ്മുടെ അച്ഛൻ. ഞങ്ങളെ കുത്തിരിപ്പുണ്ടാക്കരുത്. ഞാൻ പാരപണിയും. ഇവിടെ കുടുംബം തള്ളിക്കല്ലേ, ഡിവോഴ്സിന് ഇതാക്കല്ലേ. അത് മതി, നമ്മള് കാണാന്ന് പറയും. എന്നാ ചെയ്യണം? അന്ന് അച്ഛൻ കൊത്ത്. ഞാനൊന്ന് അമ്മേനെ നോക്കിയിട്ട് തന്നെ വരാം. അമ്മേ എന്തോ അമ്മ ബീട്രൂട്ട് കത്തിക്കൊണ്ടിരിക്കും. അച്ഛൻ പറയണേ അമ്മ ഒരു ബീട്രൂട്ടുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു കണ്ടില്ലെന്ന്. ഇത് പാടാൻ മതി. അമ്മ മറ്റേ അതുമ്മ ഒരക്കണ സാധനത്തിട്ട് ഒരച്ചപ്പോ എനിക്കിഷ്ടമല്ല. അത് കുഴഞ്ഞു അതാണ് എളുപ്പം. അച്ഛൻ കണ്ടിരുന്നെങ്കിൽ അച്ഛൻ അതുമായിട്ട് ചെയ്ത് തന്നെ. അച്ഛൻ കപ്പ പൊളിക്കാൻ. എന്നാ അമ്മ ഇത് എനിക്ക് ഇതുപോലെ ബീട്രൂട്ടും കളർഫുള്ള്, അമ്മ ഇട്ടിരിക്കുന്ന നൈറ്റിയും കളർഫുള്ള്. ആഹാ. അപ്പൊ ഇതൊന്ന് മൊത്തം കൊത്തിയെടുത്ത് ഇല്ലല്ലേ ശരണ്യ? കഴിഞ്ഞില്ലേ ഇത്? കഴുകി തീർന്നില്ലേ? മണിക്കൂറുകളായില്ല. നമ്മുടെ ഈ വെള്ളം എടുത്ത് നമ്മൾ മുഖം കഴുകണം. ആ രീതിക്ക് തെളിച്ചാക്കി. ഓ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാനോർത്ത് അച്ഛൻ ശരണ്യെന്ന് ഒറ്റ വിളി വിളിച്ചപ്പോ ഞാനോർത്ത് ഇത് എന്ത് പറ്റിയെന്ന്. ശരി തന്നെ പറഞ്ഞത് ഇപ്പോഴാണ് ശരി. കാരണം അത്ര ക്ലിയർ ആയിട്ട് ആ മീൻ കഴുകി വെച്ചിരിക്കണ തന്നെ പറഞ്ഞല്ലേ. വളരെ സന്തോഷം. തന്നെ അങ്ങനെ ചെയ്യണേ സന്തോഷം. ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യം വേണം. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വലിയ ഉരുളിയിലാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ്.
അതെന്നാന്ന് ശരണ്യ? ഇഞ്ചി ചതഞ്ഞിട്ടില്ല. അല്ല കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലോ ഇതൊന്നും. ഇത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വെച്ച് അരച്ചിയ ഇഞ്ചി മാത്രം ചതഞ്ഞ് കിട്ടിയില്ല കൂട്ടുകാരൻ. അപ്പൊ ഇനി അതങ്ങോട്ട് ഇടിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി അങ്ങോട്ട്. വെളുത്തുള്ളി ഇട്ടില്ലല്ലോ. അപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോ നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി ഇടും. അപ്പൊ നമുക്ക് കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ ഇതങ്ങോട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ശരണ്യതേ മുളക് പൊടി എടുക്കുന്നത്. ഇതിൽ മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടതല്ലേ? തലക്കറിക്ക് കൂടുതലും മുളക് പൊടി വേണം അല്ലേ? പിന്നെ നമ്മുടെ ഇത് മറ്റേ കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറും ഉണ്ടാവും. ഇതിന്റെയൊക്കെ അളവൊക്കെ കൂട്ടുകാരി ചോദിച്ചെന്നാ ശരണ്യ സ്ഥിരം ഇടണ പോലെ അങ്ങോട്ട് ഇടുന്നു അല്ലേ? ശരണ്യ അതിലായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നല്ലേ? മഞ്ഞപ്പൊടി ഇട്ടില്ല അഞ്ഞല്ലേ? അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതിന് തിളച്ചു വന്നല്ലേ? വെച്ചിട്ടുണ്ട് പുളി. കുടംപുളി അല്ലേ? അപ്പൊ അതുമൊക്കെ ഇതിലായിട്ട് ചേർക്കുകയാണ്. ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി ഇച്ചിരി കഴിയുമ്പോൾ തിളച്ചെല്ലാം വന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് പറ്റും. അങ്ങനെയാണ് നമ്മുടെ തലക്കറി. അങ്ങനെ ശരണ്യ പുളി അങ്ങോട്ട് ഒഴിക്കും. ശരണ്യ ഇവിടെ അങ്ങ് നിൽക്കാൻ മേല. ആ എരിവിന്റെ ഇത് കാരണം ചുമ കൊണ്ട് മേല. അപ്പൊ ശരണ്യ ഇതൊന്ന് തിളപ്പിച്ചൊക്കെ ഇടും. എന്നിട്ടൊക്കെ നമുക്ക് കാണിക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ബീട്രൂട്ട് കൊത്തി വെച്ചിട്ട് കണ്ട. അങ്ങനെ ബീട്രൂട്ടൊക്കെ കൊത്തിയിട്ടുണ്ട് അല്ലേ? ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പൊ അതേ ശരണ്യ ആ നേരത്ത് തലക്കറിയും റെഡിയാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇനി ഇതൊന്ന് തിളച്ചു വന്നോന്നേ ഉള്ളു. ശരണ്യ അല്ലേ മീനിടാൻ തുടങ്ങിയ? അങ്ങനെ മീൻ പെറുക്കി ഇട്ടോണ്ടിരിക്കുകയാണ്. അതിന് അവിടെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ടോ? അതിൻ്റെതാണ് ആ സൗണ്ട്. അപ്പൊ അങ്ങനെ ഈ മീനെല്ലാം ഇനി ഒന്ന് ഇതിൽ കിടന്ന് ഇത് നമ്മൾ ഗ്യാസിൽ തന്നെയാണോ വെക്കുന്നത്? ഇത് അടപ്പയിലോട്ട് മാറ്റുമല്ലേ? ഇത്രയും വലിയ പാത്രമായ. അപ്പൊ ഇത് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ കപ്പ എപ്പോഴാ വെക്കണം? കപ്പ വെച്ചാ? ആഹാ. അപ്പൊ 2 അടപ്പയിലായിട്ട് പരിപാടി നടക്കുകയാണ്. നമ്മുടെ അച്ഛൻ്റെ എന്നാണ് അച്ഛൻ അതിന്റെ പേര് മറന്നു പോയല്ല? കുക്കുംബർ. നമ്മുടെ നാടൻ കുക്കുംബർ. അപ്പൊ ഈ ചൂടിനൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ്. ശരണ്യ എന്നായിരിക്കാണ്? നമ്മുടെ ബീട്രൂട്ട് തോരൻ അല്ലേ? അങ്ങനെ ശരണ്യ മീൻകറി അടപ്പത്താക്കി വെച്ചു ആണല്ലേ? അപ്പൊ ബീട്രൂട്ട് തോരൻ വെച്ചോണ്ടിരിക്കുകയാണ്. അതെ, അടപ്പത്താണ് വെച്ചത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഇത് തിളച്ച് പറ്റണം കൂട്ടുകാരെ. അപ്പൊ ഇത് വേകുന്ന നേരത്ത് ഞാൻ കപ്പയൊക്കെ ഉള്ളത് അരച്ചോണ്ട് വെക്കാൻ വേണ്ടി. ഇതല്ലേ? അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ പച്ചമുളകുണ്ട്, ചുമന്നുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ നമ്മുടെ കരിയാപ്പൂവുണ്ട്. അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്നിച്ചരച്ചെടുത്തിട്ട് ഓടി വരാം. കപ്പ കൂറ്റാൻ തുടങ്ങിയ കപ്പ കണ്ട? അടിപൊളിയാണല്ലേ? അല്ലെ ഇത് ഉടക്കണ ഇങ്ങനെ? ഉടച്ചിട്ടൊക്കെയാണോ ചെയ്യുന്നത്? ശരണ്യ നമ്മുടെ KSRTC ബസ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഷോർട്സ് വീഡിയോ ഒന്ന് കാണണം. ഞങ്ങള് ഒന്ന് KSRTC യാത്ര ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലേ? ആ റീൽസ് ഒന്ന് കാണുക. ശരണ്യ ഇതെല്ലാം ഉടച്ചൊക്കെ എടുക്ക്. ഉടച്ചെടുത്താ ഇനി ഇത് ചേർക്കുകയാണ്. അരച്ച് വെച്ചതല്ലേ? ഇത് കുഴക്കാൻ ഭയങ്കര പാടാണല്ലേ?
ഇങ്ങോട്ടൊന്ന് വരാമോ? അച്ഛനെ എത്രയും വേഗം ഇവിടെ എത്തേണ്ടതാണ്. ഞാൻ അടുക്കള എത്തേണ്ടിയാണ്. അച്ഛനെ കാണാതെ പോയിട്ടുണ്ട് അടുക്കള. ഇതന്നെ അലൗൺസ് ഇതെന്താ? അച്ഛാ അതൊന്ന് കുഴച്ച് മറിക്കാനാണ് അച്ഛാ. അല്ല കണ്ട ആ കപ്പ അല്ല കപ്പയുടെ ശിശു കണ്ടില്ല. എന്നാന്ന് വെച്ചാ തന്നെ പറഞ്ഞു നൈസായിട്ട് കഴിയുന്നു മുട്ടി. കൈമുട്ടിയാ? അച്ചോ ചനിയ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണല്ലോ. എന്നെ വിളിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ കുഴച്ചത്? ഞാനിങ്ങനെ കുഴച്ച് കൂട്ടിക്കൊണ്ടിരുന്നേ. ഞാൻ കുഴച്ച് ആണല്ലേ? ആഹാ ശരണ്യ ഞാൻ എപ്പോഴും പറയും സൂക്ഷിക്കണം സൂക്ഷിക്കണം. തന്നെ ഒന്നും അറിയണ്ട, അതൊക്കെ ഞാൻ ചെയ്തു തരാം പോലെ. കണ്ട അങ്ങോട്ട് ഇടിച്ചോണ്ട് കൂട്ട്. കൂട്ടാം. അത് കൊള്ളാൻ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വലിയ കാര്യമൊന്നുമല്ല. എനിക്കത് വലിയ കാര്യമാണ്. അല്ല അടുക്കള നിൽക്കുന്ന സൂക്ഷിക്കണം സൂക്ഷിക്കണം. കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ അല്ലെ അച്ഛൻ്റെ നന്നായിട്ട് കുഴക്കാൻ തുടങ്ങിയ അയ്യ ഇതങ്ങോട്ട് കാണുമ്പോ തന്നെ നമുക്ക് ഇച്ചിരി എടുത്ത് അങ്ങോട്ട് അല്ലേ. നമ്മുടെ അച്ഛൻ ഇതൊന്ന് ഇളക്കി റെഡിയാക്കട്ടെ അല്ലേ. എന്നിട്ടൊക്കെ നമുക്ക് തലക്കറിയായിട്ട് ഒരു പിടി പിടിക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. തലക്കറി പറ്റി നല്ല എണ്ണയെല്ലാം പിടിച്ച് നല്ല അടിപൊളി തലക്കറിയാണല്ലേ. സൂപ്പർ. നമ്മൾ അല്ലേ പടത്തെ കാണുന്ന പോലെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ടല്ലേ. ആണ്. അപ്പൊ പിന്നെ വേറെ എന്നാണ് നമ്മുടെ കൂട്ടുകാരോട് തോരൻ അടിപൊളി തോരൻ അല്ലേ. ആണ്. പിന്നെ നമ്മുടെ കപ്പ വേവിച്ചത്. കൂട്ടുകാരെ കണ്ട നല്ല കപ്പ വേവിച്ചതും ആ തലക്കറിയും കൂടി അങ്ങോട്ട് ഒരു പിടി പിടിക്കണം അല്ലേ. സൂപ്പർ ആയിട്ട്. അത് നമ്മളിപ്പൊ തിന്ന് കാണിക്കുന്നില്ല. ഇപ്പം ഒന്ന് കുളിക്കണം. നേരം ഇതൊക്കെ വൃത്തികേടായിരിക്കണം അല്ലേ തുണിയെല്ലാം. അപ്പൊ ആരെയും കഴിച്ച് കാണിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ഹൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് സഹായിക്കുക. സഹായിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ